ഓക്കെ, കുറേ കാലമായി നമ്മൾ തന്നെ പരീക്ഷണ വീഡിയോസൊക്കെ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ പരീക്ഷണം മലയാളത്തിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനം ഇനി ഇന്ത്യയിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നമ്മൾ യൂസ് ചെയ്യണത് പ്രഗ്നൻ്റ് ആണോ എന്ന് വീട്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു കിറ്റ്, അതാണല്ലോ അല്ലേ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിരുന്നു, സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. തക്കാളിയിൽ കുറച്ച് നീരൊക്കെ എടുത്തിട്ട് ഈ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലേക്ക് ഒഴിക്കുമ്പോൾ അതിൽ 2 ലൈന് കാണിക്കുന്നു. 2 ലൈന് കാണിക്കുക എന്നുണ്ടെങ്കിൽ തക്കാളി പ്രഗ്നൻ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ആ ഒരു ടെസ്റ്റ് ചെയ്യാം. കൂട്ടത്തിൽ തന്നെ എൻ്റെ മാത്രം മൂത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെസ്റ്റ് ചെയ്യാച്ചിട്ട് ഇതെന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മളെ കയ്യിലുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു കത്തിയുണ്ട്. അതെന്തിനാണെന്ന് നമുക്ക് അറിയണ്ടാവും. തക്കാളി മുറിക്കാനാണ്. തക്കാളി മുറിച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കും. ഇതിൽ നിന്നാണ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലേക്ക് ഒഴിക്കുന്നത്. പിന്നെ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ട്. കമ്പനിയുടെ പേരൊന്നും കാണിക്കണില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവേണ്ട വെച്ചിട്ടാണ്. ഓക്കെ, അത് കൂടാതെ ഒരു ചെറിയ പാത്രം, ഇതെൻ്റെ മാത്രം മൂത്രം എടുക്കാനുള്ള ഒരു പാത്രമാണ്. അപ്പോൾ എന്തായാലും വർത്താനം പറഞ്ഞ് സമയമൊന്നും കളയണില്ല, ഇത് നേരെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കണ്ടേ. പൊട്ടിച്ചു കിട്ടോ നേരത്തെ. ഓക്കെ, ഇതിലാണ് നമ്മൾ യൂറിൻ ഉറ്റിച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് അവിടെ ഈ ഹോളിൽ ഉറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ 2 ലൈനുകൾ കാണുകയാണെങ്കിൽ, തെളിഞ്ഞ് വരികയാണെങ്കിൽ 30 സെക്കൻഡ് മതി. ആ 2 ഇത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആണ്. സിംഗിളാണ് കാണിക്കുന്നത് പ്രഗ്നൻ്റ് അല്ല എന്നുള്ളതാണ് ഇതിലെ അർത്ഥമാക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് പ്രഗ്നൻസി ടെസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ഒരെണ്ണം വെച്ച് ചെയ്യരുത്. ഒരെണ്ണത്തിൽ നെഗറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ ചിലപ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ 2 എണ്ണം എപ്പോഴും കയ്യിൽ വെക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതായിട്ട് ഇതിലുള്ളത്, ഓക്കെ, ഇത് നമുക്ക് ഈ യൂറിന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് അതിലേക്ക് വെച്ച് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഞെക്കി ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ആ യൂറിൻ അതിലോട്ട് കയറും. അതിനുശേഷം ഇത് ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലേക്ക് ഒന്ന് ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തെളിഞ്ഞു വരുന്നുള്ളതാണ്. പിന്നെ ഇതിലുള്ളത്, ഇത് നമുക്ക് ഈ ഈർപ്പം തട്ടരുത് ഇങ്ങനത്തെ വസ്തുക്കളിൽ. അത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കൽ സാധനമാണ്. ഈ ഷൂ ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സാധനം, അതാണ് ഫംഗലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ടെസ്റ്റ് എടുക്കാം. ഓക്കെ, നമ്മളെന്തായാലും ആദ്യം തക്കാളി മുറിച്ചെടുക്കാം അല്ലേ. ഓക്കെ, തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുഞ്ഞ പാത്രം, ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഞെക്കി പിടിച്ചതിന് ശേഷം ഇതിലോട്ട് വെച്ച് കൊടുത്ത് പതുക്കെ വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പതുക്കെ കയറും. ഓക്കെ, നമ്മളിതാ അത് എടുത്ത് പീഞ്ഞ് മേത്തൊക്കെ തെറിച്ചിട്ട് ഈ ഒരു അടപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു ട്യൂബ് വഴി ഇതിനെ കയറ്റണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം അത് അതിലോട്ടിറക്കി കൊടുക്കുക. പതുക്കെ വിട്ട് കഴിഞ്ഞാൽ അത് പതുക്കെ ഇതിലോട്ട് കയറും. തക്കാളിയുടെ കുരു ഉള്ളതുകൊണ്ടാണ് കയറാത്തത്. അതാ, ഓക്കെ, പെർഫെക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഇതിലൊരു 2-3 തുള്ളി മതി. എന്തായാലും നമുക്കിനി അവിടെ കിറ്റിലേക്ക് ഒറ്റിച്ച് കൊടുത്താൽ എന്താ ഉണ്ടാവും നോക്കാം. ഓക്കെ കേട്ടോ, നമ്മളിതോ ഇത് ഒറ്റിക്കുകയാണ്. ഈ ഒരു ഭാഗത്തേക്കാണ് ഒറ്റിക്കേണ്ടത്. ഒറ്റിച്ച് കൊടുത്തു. യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല ഇതുവരെ. അതാ പതുക്കെ ലൈനിലൂടെ പോകുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. മൊത്തം ഫെയ്ഡായി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 30 സെക്കൻഡ് കാത്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓഹോ, സിംഗിൾ ലൈൻ വന്നു. ഓക്കെ, അപ്പോൾ അതാ സിംഗിൾ ലൈന് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. തക്കാളി ഒഴിച്ചപ്പോൾ സിംഗിൾ ലൈന് കാണിക്കുന്നത്. അപ്പോൾ ഇതും ഈ ഒരു സിറപ്പും തമ്മിൽ എന്താണ് ഇതിൻ്റെ കണക്ഷൻ എന്നറിയില്ല. രണ്ടാമത്തത് പൊന്തി വരുമോ എന്നെനിക്കറിയില്ല, കാരണം ചെറിയ രീതിയിലുള്ള ഒരു മങ്ങൽ പിന്നെ പതുക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അവസ്ഥ. തക്കാളി കൊണ്ട് 2 ലൈന് വരുന്നു എന്നാണ് വീഡിയോയിൽ നമ്മൾ കണ്ടത്. സംഭവിക്കില്ല എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കാണൂട്ടോ. അത് സാധാ പ്രഗ്നൻസി ടെസ്റ്റ് വെച്ചാലും ഇത്ര മിനിറ്റിന് ശേഷം പിന്നെ നോക്കരുത് എന്നുള്ളതാണ്. അത് കണ്ടാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. എന്തായാലും നെക്സ്റ്റ് നമ്മുടെ മൂത്രത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മൂത്രം ഒഴിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ഈ അളക്കിൽ മൂത്രം ഒഴിക്കാൻ പോവുകയാണ്. മൂത്രം ഒഴിച്ചിട്ട് മുഴുവൻ കാണിക്കാൻ പറ്റില്ല, അവിടെ തിരിഞ്ഞ് നിന്നിട്ട് ഒഴിക്കട്ടാ. പറമ്പിൽ പോയിട്ട് ഒന്നയിൽ എവിടെയെങ്കിലും പോയി ഒഴിക്കേണ്ടി വരും. അപ്പോൾ സാധനം ഒഴിച്ച് നിറച്ചിട്ടുണ്ട്. ഇനി ഇത് പറ്റിക്കലൊന്നല്ല, മൂത്രം തന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മാത്രം മൂത്രം, ഒരാൾക്കും ഇതിൽ പങ്കില്ല. എൻ്റെ മാത്രം മൂത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ
അപ്പോൾ മൂത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതത് തുറന്ന് നേരത്തെ അതേ പ്രോസസ്സ് തന്നെ. നമ്മൾ ആ ഒരു പൈപ്പ് ഞെക്കി പിടിക്കുക, ഇത് നേരെ ഇതിലോട്ട് വെക്കുക. ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് സാധനം ഇതിലേക്ക് വന്നിട്ടുണ്ട്. വേണം കാണിച്ചു തരാം. സാധനം അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് കയറി. ഇനി നമുക്ക് നേരെ കിറ്റിലോട്ട് ഇത് കയറ്റുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. കിറ്റ് പുതിയത് ഫ്രഷ് പൊട്ടിച്ചത്, രണ്ടാമത്തത്. ഓക്കെ, ഇനി ഈ ഒരു ഹോളിലോട്ടാണ് നമ്മൾ മൂത്രം ഒഴിച്ച് കൊടുക്കേണ്ടത്. മൂത്രം ഒറ്റിച്ച് കൊടുക്കേണ്ടത്. പതുക്കെ ഫെയ്ഡായി പോയി അതങ്ങോട്ട് പോവും. പൊട്ടെ എന്താ ഒരു പടി കുറച്ചും കൂടി ഒഴിക്കാം. അടുത്തുന്നില്ല. ഓക്കെ, പെർഫെക്റ്റായി. സിംഗിൾ ലൈൻ തന്നെയാണല്ലോടാ. ഞാൻ പ്രഗ്നൻ്റ് അല്ലേ. ഓക്കെ, 30 സെക്കൻഡായി. അപ്പോൾ അതാണ് അവസ്ഥ. രണ്ടെണ്ണത്തിലും നമുക്ക് കിട്ടിയിട്ടുള്ളത് സെയിം ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. അപ്പോൾ തക്കാളി എന്ന് പറഞ്ഞ സാധനം പറ്റിക്കലാണ്, പിന്നെ സ്വന്തം യൂറിൻ വെച്ചിട്ടുള്ള കളിയും പറ്റിക്കലാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് ശരിക്കുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്. എന്തായാലും ഒരു പുരുഷൻ ഇങ്ങനെയൊന്നും പ്രഗ്നൻ്റ് ആവില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഇതിന് 50 രൂപയാണ് വില വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അബദ്ധത്തിലൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വല്ലൊരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ 50 രൂപ ടെസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ പരീക്ഷണങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോ വരും. അതുവരേക്കും ടാറ്റ.